ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ തന്നെ 35 പോയിന്റ് പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്തു. അപ്പോൾ 35 പോയിന്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഫിഗർ ആണ്, അല്ലെങ്കിൽ ചെറിയൊരു പെർസെൻറ്റേജ് ആണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ തുടർച്ചയായി 6 ദിവസം ഗ്രീനിൽ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ പ്രത്യേകത. കൂടാതെ തന്നെ 8 മന്ത് ഹൈ ആണ് നിഫ്റ്റി ഉള്ളത്. അതും ഇത്തരം ക്രൂഷ്യലായ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സുകൾ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യൻ മാർക്കറ്റ് തുടർച്ചയായ 6 ദിവസം പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അത് ചെറിയൊരു കാര്യമല്ല. സെൻസെക്സ് 123 പോയിന്റിന്റെ ഒരു ഗെയിൻ രേഖപ്പെടുത്തി 82,515 സെൻസെക്സ് ഉള്ളത്. നിഫ്റ്റി 37 പോയിന്റ് 25,141 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. അപ്പോൾ 25,100 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ബാങ്ക് നിഫ്റ്റിയിൽ സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. IT സ്റ്റോക്കുകൾ ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഫിനാൻഷ്യൽ കമ്പനീസാണ് ഇന്ന് മോശം പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസും ഇന്ന് നേട്ടം കൈവരിച്ചു. സെക്ടർ വൈസ് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ 1.4% ഒരു റാലി ഉണ്ടാക്കി. IEXന്റെ സ്റ്റോക്ക് ഫോളോ ചെയ്തു. മാർക്കറ്റ് കപ്ലിംഗ് ഏർപ്പെടുത്തുന്നത് കാരണം IEXൽ 8% ഒരു ഇടിവുണ്ടായി. അതുപോലെ തന്നെ BSE കമ്പനിയും സെല്ലിംഗ് പ്രഷറിലുണ്ടായിരുന്നു. അവരുടെ വോളിയം കുറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് BSE ഇന്ന് ഫോളോ രേഖപ്പെടുത്തി. ഇന്ന് പ്രധാനമായിട്ടും ഈ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയുടെ കാര്യം പറയുമ്പോൾ ഈ US നിന്നൊരു പ്രധാന ഒരു ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. EIA ഡേറ്റ, എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ കമ്മോഡിറ്റി ഷോർട്ട് ടൈമിലേക്ക് ലോവറായിട്ട് മൂവ് ചെയ്യുമെന്നുള്ള ഔട്ട്ലുക്ക് കാരണമാണ് ഇന്ന് ഈ ഒരു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, അതായത് BPCL അതുപോലുള്ള സ്റ്റോക്കുകൾ എല്ലാം തന്നെ നേട്ടം കൈവരിച്ചത്. ചൈന US ട്രേഡ് ഡീലുകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അത് ഡീലായി എന്നുള്ളതാണ് റിപ്പോർട്ടുകളുള്ളത്. പക്ഷേ ഈ കാര്യം ചൈനയുടെ US-ൻ്റെയും ആയതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് അതല്ലാമെന്നും പറഞ്ഞേക്കാം. അതല്ലെങ്കിൽ ക്ലാരിറ്റി ആയിട്ടില്ല. ഡീല് ക്ലോസ് ആയി അല്ലെങ്കിൽ ഡീല് ധാരണയിലെത്തി എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടിങ്ങിൽ കൂടിയും. അതിൻ്റെ ഒരു കൺഫർമേഷൻ ഒന്നും തന്നെ നമുക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം. കാരണം US-ൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. നാളെയും ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. വളരെ ക്രൂഷ്യലായിട്ടുള്ള 2 ഡേറ്റയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്നത്. ഇന്നലെയും കൺസോൾട്ടേഷൻ, ഇന്നും കൺസോൾട്ടേഷൻ. മൂവ് ചെയ്യുന്നില്ല, താഴേക്കും വീഴുന്നില്ല. എന്നാൽ മൂവ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ FISും DISും ഇന്നലെയും ബയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്രൂഷ്യൽ ഡേറ്റ വരുന്നുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് ഒന്ന് പതുങ്ങി നിൽക്കുകയാണ് അടുത്തൊരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. അത് ഡൗൺ സൈഡിലേക്കാവാം, അപ്പ് സൈഡിലേക്കാവാം. പല ആളുകളും ഇത്തരത്തിലുള്ള വലിയ ഈവൻറ്റുകളൊക്കെ വരുമ്പോൾ പൊസിഷൻസ് എല്ലാം തന്നെ കട്ട് ഓഫ് ചെയ്തിട്ട് കാത്തിരിക്കും ഈ ഒരു ഈവൻറ്റിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന്. അതിനുശേഷം ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ട്രേഡിൽ സ്റ്റിക്കാവും, ആ ട്രേഡിൽ നമ്മൾ കുടുങ്ങിപ്പോകും. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാം, ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്നപ്പോൾ 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 2% ക്രാഷായി 13.7. ഓപ്ഷൻ റൈറ്റേഴ്സിന് ഒന്നും തന്നെ പ്രീമിയം ഇല്ല. ഇപ്പോൾ ഡോ ഫ്യൂച്ചർ 70 പോയിന്റ് മൈനസാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഗോൾഡ് $12 പെർ ഔൺസിന് ഗോൾഡും ഉയർന്നു. നിഫ്റ്റി കാണാം, നിഫ്റ്റി ഓപ്പൺ ചെയ്തു 25,226, 100 പോയിന്റ് ഉയർന്ന് 25,220 ടച്ച് ചെയ്തു. പിന്നീട് ഒരു ഫോള് രേഖപ്പെടുത്തി. എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അവിടെ തന്നെ മാർക്കറ്റ് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. ഇതിനു മുമ്പ് ഈ മാസം 21-ാം തീയതി നമ്മളുടെ കൊച്ചിയിൽ വെച്ചിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് ഉണ്ട്. കമ്മോഡിറ്റിയുടെ എല്ലാം തന്നെ ക്ലാസ് അന്നത്തെ ദിവസം ഉണ്ട്. ഇനി ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാം. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഓൺലൈനായിട്ട് പഠിക്കാം. കാരണം ലൈഫ് ടൈം ആക്സസ് ഉള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 6 മാസത്തെ സംശയ നിവാരണത്തിന് ഇൻസ്ട്രക്ടർ മാർക്കറ്റ് സമയത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസിൽ നമ്മൾ നഷ്ടമാവുന്ന തുകയ്ക്ക് നമുക്ക് ഇത് കൃത്യമായിട്ട് തന്നെ പഠിക്കാം. സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് പോകുമ്പോൾ ജിയോ ഫിനാൻസ് ബ്ലാക്ക് റോക്ക് കൊളാബറേറ്റ് ചെയ്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. വെബ്സൈറ്റിനെല്ലാം തന്നെ അംഗീകാരം കിട്ടി. അപ്പോൾ ഇവരുടെ ഈ സെബിയുടെ ഭാഗത്തു നിന്ന് അഡ്വൈസറി ഫെയിം ഓപ്പറേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള സെബിയുടെ ഭാഗത്തു നിന്നുള്ളൊരു അപ്രൂവൽ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. GRSC കമ്പനി ഇവർക്ക് 2 റിസർച്ച് വെസലിൻ്റെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. റെയിൽവേ സെക്ടർ ഇന്ത്യൻ റെയിൽവേ ക്യാബിനറ്റ് 6,405 കോടി രൂപയുടെ നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചു. ടാൽബ്രോസ് കമ്പനി അവർക്ക് 580 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. മാരുതി കമ്പനി
ഇവരുടെ വിറ്റാരയുടെ തന്നെ പ്രൊഡക്ഷൻ ഡിലേ ആകുമെന്ന് കമ്പനി അറിയിച്ചിരുന്നു. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ന്യൂസ്. IFL കമ്പനി നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് കമ്പനി 600 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. വാരിസ് എനർജി കമ്പനി 599 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ മൊഡ്യൂൾസ് കമ്പനി മൊഡ്യൂൾസിൻ്റെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു, സപ്ലൈ ഓർഡർ. IPO വരുമ്പോൾ $400 മില്യൺ വർത്ത് വരുന്ന IPO എല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് NSTയിൽ അറിയിച്ചു. ഗെയിൽ ഫിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. HG എഞ്ചിനീയറിംഗ് കമ്പനി ന്യൂ പ്രൊജക്റ്റ് ഓഡീഷനിൽ നിന്ന് ലഭിച്ചു. SEPC കമ്പനി കൊൽക്കട്ടയിൽ നിന്ന് സോളാർ പ്രോജക്റ്റിൻ്റെ ഓർഡർ ലഭിച്ചു. മറൈൻ ഇലക്ട്രിക് കമ്പനി 60 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. നൈവ് കമ്പനിക്ക് ഇവർക്ക് ആർമർ പ്ലേറ്റിൻ്റെ ഓർഡർ ഡിഫൻസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി 10 രൂപയുടെ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. മിൻഡ കോർപ്പ് കമ്പനി ഇവർ ടയോഡൻസ് എന്ന് പറയുന്ന ഓട്ടോമോട്ടീവ് സ്വിച്ചസ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ടയോഡൻസ് കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് ഏർപ്പെട്ടു. ഹിൽട്ടൺ മെറ്റൽ കമ്പനി 300 റെയിൽവേ ഫോർജൻസ് വാഗൺസ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ഹിൽട്ടൺ മെറ്റൽസിന് ലഭിച്ചു എന്നുള്ളതാണ് ന്യൂസ്. ഇനി ഇന്നത്തെ ഒരു ചിന്താവിഷയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു പൊസിഷണൽ ട്രേഡേഴ്സിനെ പറ്റി ഉള്ള ഒരു കാര്യമാണ്. പൊസിഷണൽ ട്രേഡേഴ്സ് നമ്മൾ ഈ ന്യൂസിൻ്റെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എസ്പെഷ്യലി പൊസിഷണൽ ഓപ്ഷൻ ബയേഴ്സോ സെല്ലേഴ്സോ നമ്മൾ എന്തെങ്കിലും ഒരു മേജർ ഡേറ്റ വരുന്ന ദിവസം ട്രേഡ് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കി കിട്ടും. കാരണം ഇതൊരു മേജർ ഡേറ്റയാണ്. എലക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഡേറ്റ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഡേറ്റ, RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ്, അങ്ങനെയുള്ള ഡേറ്റാസ് എല്ലാം തന്നെ ഈ ഡേറ്റയുടെ ഔട്ട്കം നമുക്ക് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഈ ഔട്ട്കം കാരണം മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് അറിയാം. അത് രണ്ട് സൈഡിലേക്കും പോയേക്കാം. അന്ന് ആ ദിവസം ട്രേഡ് ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടും. നേരെ മറിച്ച് അന്നത്തെ ദിവസം നമ്മളൊരു ട്രേഡ് എടുത്തു എന്ന് വിചാരിച്ചു, നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ അന്നത്തെ ദിവസം വലിയൊരു ലോസ് ഉണ്ടാവും. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു വലിയ ലോസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസം ആ ലോസ് ഉണ്ടാക്കാതെ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയ പോലെ ആണല്ലോ എന്നുള്ളൊരു ചിന്താഗതി നമ്മൾ പുലർത്തുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. അതായത് ഒരു മോശം ട്രേഡിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയ ട്രേഡിന് ഈക്വലൻ്റ് ആണ് എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയം. അപ്പോൾ നാളെ രാവിലെ എത്താം. താങ്ക് യു ഓൾ.